ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 8 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, പേജ് നമ്പർ 118, പാർട്ട് 4. തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ നമ്പേഴ്സ് ഫ്രം 1 to 25. ഇതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം ആർ ഡിവൈസിബിൾ ബൈ 2 ബട്ട് നോട്ട് ബൈ 4. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സ് നോക്കുക. അതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതും പക്ഷേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കാദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എഴുതാം. അത് 25 വരെ നോക്കിയാൽ മതി. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഇതെല്ലാം 2ൻ്റെ ടേബിൾ എഴുതിയാൽ മതി 24 വരുന്നത് വരയ്ക്കും. അപ്പോൾ ഏതൊക്കെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 വരെ മതി. നമുക്ക് 25 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 24 വരെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പറ്റുന്ന നമ്പേഴ്സ്. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പക്ഷേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്താണ് 4ൻ്റെ ടേബിളിൽ വരാത്തതായ നമ്പേഴ്സ് എടുത്താൽ മതി. അപ്പോൾ അത് ഏതൊക്കെയാണ്? 2, 6, 10, 14, 18, 22. ഇതാണ് ആൻസർ. The numbers from 1 to 25 that are divisible by 2 but not by 4 are ഏതൊക്കെയാണ്? 2, 6, 10, 14, 18, 22. Second sub question, which of them are divisible by 4 but not by 8? ഇനി പറഞ്ഞിരിക്കുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പക്ഷേ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതും 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കാദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതെല്ലാം എന്ന് നോക്കാം, അല്ലേ? നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24. ഇതിൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവൈസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പക്ഷേ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതായത് 8ൻ്റെ ടേബിളിൽ വരാത്ത നമ്പേഴ്സ്. 8ൻ്റെ ടേബിൾ പറയുമ്പോൾ ഈ നമ്മൾ എഴുതിയിരിക്കുന്നതിൽ ഏതൊക്കെ വരില്ല? 4, 12, 20. തേർഡ് സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം ആർ ഡിവൈസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16? അപ്പോൾ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായ നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 8, 16, 24 അല്ലേ? അപ്പോൾ ഇതിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? 8ഉം 24. The numbers from 1 to 25 that are divisible by 8 but not by 16 are 8, 24. Fourth sub question, which of them are divisible by 16? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 16 ആണ് ആൻസർ. Fifth sub question, what is the highest power of 2 that divides the product of the numbers from 1 to 25 without remainder? അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് 2 ആണ് ചോദിച്ചിട്ടുള്ളത്, 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ 1 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇതിന് മുന്നേയുള്ള ഒരു കണക്കിൽ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലേ? പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് 1 തൊട്ട് 15 വരെ. ഇനി നമുക്ക് 16 തൊട്ട് 25 വരെ എഴുതാം. അതിനുശേഷം നമുക്ക് 2 മാത്രം എഴുതിയിട്ട് അതിൻ്റെ പവേഴ്സ് എല്ലാം ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ നമ്മൾ 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നും 2
എല്ലാ 2ഉം അതിൻ്റെ പവേഴ്സും കൂടി നമ്മൾ പ്രത്യേകം എടുത്ത് എഴുതണം. അതിനുശേഷം ഒരു 2 എഴുതുക. എന്നീ എല്ലാ 2വിൻ്റെയും എന്താണ് മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ 2^22 എന്നാണ് കിട്ടുന്നത്. 4th question. Consider the product of the numbers from 1 to 25. First sub-question. What is the highest power of 5 which divides the product without remainders? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മളിവിടെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ 1 to 25 അതിൽ എല്ലാത്തിൽ നിന്നും നോക്കുക 5 എത്രയുണ്ടെന്ന് നോക്കുക. ആ 5ഉം അതിൻ്റെ പവേഴ്സും എടുത്തെഴുതണം. എന്നിട്ട് നോക്കുക പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്. ഒരു 5 എഴുതുക. എന്നിട്ട് എല്ലാ പവേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്. 5ൻ്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 5^6 ആണ് ആൻസർ. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ആഡ് ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡിങ് ദ പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. ഇപ്പോൾ 10 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 10 എങ്ങനെയാണ് കിട്ടുന്നത്. ഈ 5ൻ്റെ കൂടെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ 10 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 6 5 ഉണ്ടല്ലേ. അപ്പോൾ 6 2സും കൂടെ ചേർക്കുക. അപ്പോൾ ഓരോ 5ൻ്റെ കൂടെയും 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അങ്ങനെ 10 എത്ര 10 ആണ്. 6 10 കിട്ടും അല്ലേ. അപ്പോൾ ആ 10 എഴുതിയിട്ട് മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 6. അപ്പോൾ 10^6 ആണ് ആൻസർ. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് 10^6 അതായത് 6 ടൈംസ് 10 എഴുതണം അല്ലേ. അപ്പോൾ ഓരോ 10ലും ഓരോ 0 ഉണ്ട്. അങ്ങനെ മൊത്തം എത്ര 0 ഉണ്ട്. 6 സീറോസ് ഉണ്ട് അല്ലേ. 6 10 അല്ലേ ഉള്ളൂ. അപ്പോൾ 6 zeros ആണ് ആൻസർ.